ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സംഗീതം പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. പ്രായം ഒരു പ്രശ്നമേ അല്ല, സമയവും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. ഞങ്ങളുടെ പ്രത്യേകതകൾ: കീബോർഡ്, വയലിൻ, ഗിറ്റാർ, വായ്പ്പാട്ട് എന്നിവ ഉത്തരവാദിത്വത്തോടും കൃത്യനിഷ്ഠയോടും കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം എരുമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്നലെ പഠിച്ച പാട്ടിൻ്റെ അനുപല്ലവിയാണ്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്നുള്ള ചെമ്പരത്തിയിലെ ഗാനം നമ്മൾ ഇന്നലെ അതിൻ്റെ പല്ലവി പഠിച്ചായിരുന്നു. നമ്മൾ നോക്കുന്ന അതിൻ്റെ അനുപല്ലവിയാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവർ ഈ പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഭാഗം കണ്ടിട്ട് വേണം ഇതിൻ്റെ രണ്ടാം ഭാഗം പഠിക്കാൻ, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. മണ്ഡലം നോയമ്പു നോറ്റു സ്വരം. നിങ്ങൾ ഈ ഫിംഗർ എടുക്കുമ്പോഴേ സാ സരി മ ഇങ്ങനെ എടുക്കണം. സാ സരി മ, സാ സരി മ പ പ. സാ സരി മ പ പ ധ പ. സാ സരി മ പ പ ധ പ ധ മ പ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഫിംഗർ ഈ സാൻ്റെയും തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് വായിച്ചിട്ട് ഞാൻ ഈ തള്ളവിരലും കൊണ്ട് തന്നെ വായിച്ചുകൊണ്ടാണ് എനിക്ക് ഇവിടെ സുഗമമായിട്ട് അത് വായിക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫിംഗർ എക്സസൈസുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ എക്സസൈസുകൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ശിക്ഷണം കിട്ടും. പക്ഷേ അത് പിന്നീട് നമ്മൾ പാട്ടുകളുമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ 75 10 520 887 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വെസ്റ്റേണും പഠിപ്പിക്കുന്നുണ്ട്, ഈസ്റ്റേണും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർന്ന് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഓൺലൈൻ വഴി പഠിച്ചാൽ ശരിയാവുമോ എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ 1 2 ക്ലാസ്സുകൾ ഓൺലൈൻ വഴി എന്നോടൊപ്പം സഹകരിക്കുക. അതിന് നിങ്ങൾ പൈസയൊന്നും തരണ്ട. അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ക്ലാസ്സുകൾ തുടർന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനൊരു വാഗ്ദാനം കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. താല്പര്യമുള്ളവർ ചേരുക. ശരി, ഒന്നുകൂടെ നോക്കാം. മണ്ഡലം നോയമ്പു നോറ്റു. സ്വരം എന്താ നമ്മൾ പറഞ്ഞേ? സാ സരി മ പ പ ധ പ ധ മ പ. ഓക്കെ, അക്ഷരലക്ഷം. അന്നേരം നമ്മുടെ ചെറുവിരൽ ഈ ധായിൽ എയിൽ വെച്ചിട്ട് ഇങ്ങനെ വായിക്കാം. നമുക്ക് ഈ വരെ സുഖമായിട്ട് വായിക്കാം. അക്ഷരലക്ഷം. ധ പ മ ഗ രി.
മനസ്സിലായല്ലോ. ദപമാഗരി എന്ന് വായിച്ചാൽ അക്ഷരലക്ഷം എന്ന് കിട്ടും. മന്ത്രങ്ങളുരു കഴിച്ചും അത് ഈ പറഞ്ഞ പോലെ സാരിമ പ സാരിമ പാപ ദപ ദമ പ. അടുത്ത് വന്നിട്ട് പുണ്യപാപ ചുമടുകളാ ഇരുമൂടി കെട്ടുമേന്തി. അത് നമുക്ക് നോക്കാം. നമ്മുടെ ഫിംഗർ തള്ളവിരൽ വായിൽ വയ്ക്കാം. പാപദസ പുണ്യപാപ പപദസ. ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ പപദസ എന്നാ വായിച്ചത്. രണ്ടാമത് പ 8th നോട്ടായിട്ട് മാറി. പപദസ പുണ്യപാപ ചുമടുകള ഇരുമൂടി പാപദസ. ആ നോട്ട് തന്നെ വായിച്ചാൽ മതി. കെട്ടുമേന്തി ദപമഗരി. താന്ന് വായിക്കുമ്പോൾ ലിറ്റിൽ ഫിംഗർ തായിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് വായിച്ചിട്ട് ഈ വരെ വരാം. ഒന്നുകൂടെ നോക്കാം. പുണ്യഭാവ ചുമടുകളാമിരുമൂടി. അടുത്തത് വന്നിട്ട് പൊന്നമ്പല മല ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. സാരി പാപ്പ പൊന്നമ്പല സസരി പാപ്പ. ആദ്യം സാരി സസരി പാപ്പ സാരി പാപ്പ സാരി പപ പൊന്നമ്പല സസരി പാപ്പ മകരി സാസ വരുന്നു ഞങ്ങൾ. പുണ്യഭാവ ചുമടുകളാമിരുമൂടി കെട്ടുമീതി പൊന്നമ്പല മല ചവിട്ടാൻ വരുന്നു. പൊന്നമ്പല മല ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. ആദ്യം വായിച്ച പല്ലവി. ഇത് മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു. സാരി പപ്പ പൊന്നമ്പല സസരി പാപ്പ മകരി സാസ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി വന്നിട്ട് ആദ്യം നമ്മൾ പാടിയ പല്ലവി ഇതിൻ്റെ കൂടെ ചേർത്ത് പാടണം. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം. സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം. ഇങ്ങനെ. ഇനി നമ്മൾ ഇതിൻ്റെ ചരണം വായിക്കുമ്പം ഈ അനുപല്ലവിയുടെ സെയിം നോട്ടുകൾ അവിടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചരണവും സുഖമായിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ ഈ ഗാനം എന്നാൽ കഴിയുന്ന വിധം ഞാനത് നോട്ടുകളും അതിൻ്റെ ഫിംഗറിങ്ങും ഒക്കെ നന്നായി നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് സരിക.